ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്ന പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആരാണ്? സർവജ്ഞാനിയായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് ആമേൻ നിസ്സാരമായ കാര്യങ്ങളാണെന്ന് അല്ല. ആമേൻ. വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2026 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ ദൈവത്തിന്റെ ആമേൻ അഭിഷക്തന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് 40-ൽ പരം എഴുത്തുകാർ അവിടെ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ വചനങ്ങൾ എഴുതി പിടിപ്പിച്ചു. അന്ന് എഴുതി വച്ചു വചനങ്ങൾ ഇന്ന തലങ്ങളിൽ സംഭവിക്കുമെന്ന്. ഒന്നാം ലോകമഹായുദ്ധം സംഭവിക്കുമെന്ന് പറഞ്ഞു. അതേപോലെ സംഭവിച്ചു. എന്താ? ആത്മാവ് പലതിനെയും ആരാഞ്ഞറിയുന്നു. ഇന്ന് രാത്രിയിലും മറന്നു പോകരുത്. ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറയണം, ദൈവമേ നിന്റെ ആത്മാവിനെ എനിക്കൊന്ന് പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ വചനത്തിന്റെ വെളിപ്പാടുകൾ നമുക്ക് പ്രാപിക്കാൻ കഴിയൂ. ദൈവകുഞ്ഞെ, ആത്മാവിന്റെ പ്രവൃത്തിയിലേക്ക് ദൈവ പൈതൽ കടന്നു വരപ്പെടുമ്പോൾ ആമേൻ ഒറ്റ കാര്യം ആമേൻ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഇന്നും ഇന്നലെയും സംഭവിച്ചു തുടങ്ങിയതല്ല കേട്ടോ. നാളുകൾക്ക് മുൻപേ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ തിരുവെഴുത്തുകളിൽ ആത്മാവിന്റെ വരങ്ങളെക്കുറിച്ച് വളരെ എഴുതിയിട്ടുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ കീഴിൽ മാനവരാശിക്ക് വേണ്ടി ദൈവം തന്റെ ഓമന കുമാരനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പരമപ്രധാനമായ ഒരു സത്യമാണ് കാര്യസ്ഥൻ. അത് നമ്മുടെ കൂടെ ഇന്ന് രാത്രി ഉണ്ടോ? കാര്യസ്ഥൻ നമ്മുടെ കൂടെ ഇന്ന് രാത്രി ഉണ്ടോ? നമ്മൾ പ്രാപിച്ച ആത്മാവേതാണ്? അത് ഇന്ന് രാത്രി ഒന്ന് പരിശോധിക്കേണ്ടത് നന്നായിരിക്കും. പലപ്പോഴും നമ്മൾ ചിലർ പ്രാപിക്കുന്ന ആത്മാവ് നമുക്ക് കാണുമ്പോൾ തന്നെ പേടി തോന്നും. പ്രൈസ് ദി ലോർഡ്. ഇത് ഏത് ആത്മാവിലായി അവർ ശുശ്രൂഷിക്കുന്നത്? ഇത് ഏത് ആത്മാവിലായി അവർ സംസാരിക്കുന്നത്? ഇത് ഏത് ആത്മാവിൽ അവർ സഞ്ചരിക്കുന്നത്? നമുക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ ആമേൻ ഭയം തോന്നും. ഇവർ പ്രാപിച്ച ആത്മാവേതാ? ആമേൻ സ്തോത്രം. സ്നേഹത്തിന്റെ ആത്മാവാണോ ഇവർ പ്രാപിച്ചത്? അല്ലെ പരിശുദ്ധാത്മാവാണോ അവർ പ്രാപിച്ചത്? ഐക്യതയുടെ ആത്മാവാണോ അവർ പ്രാപിച്ചത്? സ്നേഹത്തിന്റെയും ആമേൻ ആത്മാവാണ് അവർ പ്രാപിച്ചിരിക്കുന്നത്. ഏതാ ആത്മാവ്? അത് ഇന്ന് രാത്രി കണ്ടുപിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ആത്മാവുള്ളവൻ ഒരിക്കലും ആമേൻ സ്തോത്രം ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറി നടക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധത്തിന്റെ അകത്തളങ്ങളിൽ ആമേൻ നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് തന്നെ ആമേൻ നിൽക്കുമ്പോൾ തന്നെ താൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നിശ്ചലമാകുന്നു. ആമേൻ തന്റെ ശരീരം മുഴുവനും ആമേൻ അഴുകിയതുപോലെ ആമേൻ അസ്ഥിയിൽ നിന്ന് മാംസം അഴുകി നിലത്തേക്ക് വീഴുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവമൈതലേ, ഇത് നീറോ ചക്രവർത്തിയുടെ കാലഘട്ടമല്ല. അതിനേക്കാൾ ദുഷ്കരമേറിയ ഒരു കാലഘട്ടത്തിലേക്ക് ആമേൻ ദൈവമക്കളായ നമ്മൾ വന്ന് നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും വചനം ആരായ സമയമില്ല. വചനം എന്താ എഴുതിയിട്ടുള്ളത് അതുപോലും നോക്കാൻ സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് മാനവരാശി എത്തിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. മനുഷ്യൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് നിശ്ചലമാകുന്നു. ഒരു ഷോക്ക് അടിച്ചതുപോലെ. ഹല്ലേലൂയ. ആമേൻ. ഈ മനുഷ്യന്റെ ശരീരമുണ്ടല്ലോ അടപടലം ആമേൻ ഇളകി വീഴുകയാ. മാംസം ഇളകി വീഴുകയാ, അഴുകി വീഴുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഭക്തന്മാർ വളരെ ശക്തമായി ദൈവത്തിന്റെ വചനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ഓരോ വചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മൂന്ന് അധ്യായങ്ങളിൽ വ്യക്തമായി 3 വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ മനുഷ്യന്റെ ശരീരം അഴുകി വീഴുന്നത് പോലെ. ആമേൻ സ്തോത്രം. ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ആമേൻ. ആത്മാവില്ലാത്തത് കൊണ്ടാണോ? ആത്മാവ് ആരാന്നറിയാത്തത് കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത്? എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, കൃപ പ്രാപിക്കാത്ത ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആമേൻ എന്തെങ്കിലുമൊക്കെ ആമേൻ പ്രാപിച്ചെടുക്കാൻ ഇന്ന് രാത്രി തയ്യാറാകരുത്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വരുന്ന മാർമിക സത്യങ്ങൾ പ്രാപിച്ചെടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ
ഇന്ന് രാത്രി നിങ്ങൾ എന്ത് ചെയ്യണം? തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഇതെന്തെന്നറിയാമോ? ന്യൂക്ലിയർ വെപ്പ് എന്നൊരു ഭയങ്കര ഒരു പ്രൈസ് ദി ലോർഡ് അണു ആയുധം അല്ലെങ്കിൽ അണുബോംബ്. ഇതെന്തെന്നറിയാമോ? ഇതിന് 3 കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഒന്നാമത്തെ കാര്യം എന്താ സംഭവിക്കുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിന്റെ ഇടയിൽ വലിയ സംഭവങ്ങൾ, ഇതുവരെ സംഭവിക്കാത്ത സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിശക്തമായ സ്ഫോടനം. രണ്ടാമത് സംഭവിക്കുന്നത് അതിഭയങ്കരമായ ചൂട്. മൂന്നാമത് സംഭവിക്കുന്നത് ന്യൂക്ലിയർ സ്തോത്രം റേഡിയേഷൻ എന്ന പോലെ പടർന്നു പിടിക്കുകയാ. അധ്യായം ഇങ്ങനെ വിളിച്ചു പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അഭിഷക്തനായിരിക്കുന്ന വലിയ പ്രവാചകന്മാരിൽ ഒരുത്തനായിരിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യെഹെസ്കേൽ പ്രവാചകൻ വ്യക്തമായി വിളിച്ചു പറയുകയാണ്, ദൈവമൈതലേ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മുമ്പിലിരിക്കുന്ന ഓരോ ദൈവമക്കളും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അനേക സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പാലസ്തീന്റെ നാട്ടിൽ മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുന്നതല്ല. ഇന്ത്യക്കകത്തു വരെ കയറി വന്ന് അണുബാംബിടുവാൻ വ്യക്തികൾ തയ്യാറായി കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ വായിച്ചു നോക്കൂ. യെഹെസ്കേലിന്റെ പുസ്തകം 39-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കപ്പെടുമ്പോൾ അതിന്റെ 15-ാമത്തെ വാക്യം മുതൽ 38-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് തന്റെ ഭക്തനായിരിക്കുന്ന, തന്റെ പ്രവാചകനായിരിക്കുന്ന യെഹെസ്കേൽ വ്യക്തമായി വിളിച്ചു പറയുന്നു. രണ്ടാമത്തെ ദൂത്, 2 പത്രോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് വളരെ ശക്തമായി എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തീർന്നില്ല കേട്ടോ. സെഖര്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 14-ാമത്തെ അധ്യായം, പ്രൈസ് ദി ലോർഡ്, അതിന്റെ 12-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് ഒരു മനുഷ്യന്റെ അസ്ഥി ഏത് ആയുധത്താലാണോ തകർക്കപ്പെട്ടത്, ഹല്ലേലൂയ, ഒരു മനുഷ്യന്റെ ശരീരം അഴുകി നിലത്തു വീഴുന്നത് പോലെ, ഹല്ലേലൂയ, സ്തോത്രം, ഇതൊക്കെ സംഭവിക്കുമ്പോൾ വീണ്ടെടുപ്പിന്റെ സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് പറയാം, നമുക്കിന്ന് അല്പ തിരക്കാണ്. നമുക്കിന്ന് പറയാം, നമുക്കൊക്കെ തിരക്കുള്ളവരാ, നമ്മളെല്ലാം ബിസി മേന്മാരാ. എനിക്കിപ്പോ തലവേദനയാണ്, അല്ലെങ്കിൽ എനിക്കിപ്പോ കണ്ണ് തുറന്ന് നോക്കാൻ വയ്യ, ഞാനിപ്പോ കിടക്കയിലാ, ഞാനിപ്പോ ട്രാവലിങ്ങിലാ, എല്ലാം പറയാൻ കുറെ ന്യായങ്ങൾ നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇതൊന്നും വചനത്തിനകത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല. ഒന്ന് വായിച്ച അഭിഷത്തെ സെഖര്യാവിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം, പ്രവാചകനായിരിക്കുന്ന സെഖര്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന സ്തോത്ര കാര്യാദികൾ അവിടെ പറഞ്ഞിരിക്കുക. ഒന്ന് വായിച്ച് ആ വാക്യം വായിച്ച് മുൻപിലോട്ട് കടന്നു പോകാം. പ്രൈസ് ദി ലോർഡ്. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിക്കാനുള്ള ശിക്ഷയാവിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞ് അഴുകിപ്പോകും. എഴുതി വെച്ചോളൂ. ആരുടെ നാവെന്നറിയാമോ? ഇത് നാളുകൾക്ക് മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ എഴുതി പിടിപ്പിച്ചു വച്ചിരിക്കുന്ന ദൈവഭക്തന്മാരുടെ ആലോചനകൾ നിരസിച്ചു പോകുകയല്ലേ? മനുഷ്യൻ പച്ചയും പുഷ്ടിയുമുള്ള മനുഷ്യൻ നിവർന്നു നിൽക്കുമ്പോൾ ഒരു ഷർട്ട് ഊരുന്നതിനേക്കാൾ വേഗതയിൽ ഒരു കശാപ്പ് ശാലയിൽ കശാപ്പുകാരൻ കത്തി കൊണ്ട് ആ അസ്ഥിയിൽ നിന്ന് മാംസം പ്രൈസ് ദി ലോർഡ് അതിനെ വേർതിരിക്കുന്നതിനേക്കാൾ സ്പീഡിൽ കണ്ണിമ അടയ്ക്കുന്നതിന് മുൻപ് ഇത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇപ്പോ സംഭവിച്ചു കൊണ്ടിരിക്കുകയാ. ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും ആത്മാവ് പ്രാപിച്ചിരിക്കുന്ന വ്യക്തികൾ ഒന്ന് പ്രാർത്ഥിക്കാനോ മുഴങ്കാൽ മടക്കുവാനോ
ദൈവസന്നിധിയിൽ സറണ്ടർ ആകുവാനോ കഴിയാതെ അഹങ്കരിക്കുന്ന കോടിക്കണക്കിന് ജനം ഇതിന് സമാധാനം പറയേണ്ടി വരും. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ഇന്ന് രാത്രി വചനമൊന്നും മറന്നു പോകരുത്. ഇത് ആ തലമുറയിലുള്ളവർ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ കൃപായുഗത്തിൽ സംഭവിക്കേണ്ടതാ. 3 യുദ്ധങ്ങൾ 3 ഘട്ടമായി വരും. പ്രൈസ് ദി ലോർഡ്. ഈ ഘട്ടം ഘട്ടമായി തിരിക്കുമ്പോൾ, ഈ 3 വചനത്തിനകത്ത് നമ്മൾ വായിക്കപ്പെടുമ്പോൾ, കൃപ പ്രാപിക്കുന്നവർക്ക് ഇന്ന് രാത്രി ജയിക്കാനുള്ള വകയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിനും ദൈവഭക്തന്മാർക്കും വിരോധമായി ചലിക്കുന്നവർക്ക് യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. എവിടെ യുദ്ധം? യെരൂശലേമിനോട് യുദ്ധം ചെയ്തു സകല ജാതികളും. യഹോവയെ സ്വതന്ത്രം ശേഷിപ്പുള്ള ശിക്ഷാവിധി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം അഴുകിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അവർ നിവർന്നു നിൽക്കുമ്പോൾ. ഹല്ലേലൂയ. തീർന്നില്ല കേട്ടോ. ആമേൻ. അവരുടെ കൺതടങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ചീഞ്ഞഴുകിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അടുത്ത് പറയുന്നത്, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകും. ഇത് പ്രവചനമാണ്. ഇതൊരിക്കലും മാറ്റിവെക്കാൻ കഴിയത്തില്ല. ഈ കാലഘട്ടം അതിന്റെ അന്ത്യത്തേക്ക് വെക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ദൈവകുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നവര് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കയറിയിരുന്നിട്ട് ആമേൻ സ്തോത്രം. ഇതെന്താ സംഭവിക്കുന്നത്? 13 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നത്, അന്നാളിൽ യഹോവയിൽ ഒരു മഹാപരിഭ്രമം. സ്തോത്രം. ദൈവം തന്നെ അയക്കുന്നതാ ഇതൊക്കെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവന്റെ നാട്ടിനകത്തും പ്രാർത്ഥനക്കാരന്റെ പ്രാർത്ഥനയുടെ ആഴങ്ങളും എന്തോ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഇന്ന് രാത്രി സൂക്ഷിക്കൂ. അഭിഷേകം പ്രാപിച്ചവർ സൂക്ഷിച്ചോ, കൃപകൾ പ്രാപിച്ചവർ സൂക്ഷിച്ചോ. ഏത് മാളത്തിൽ പോയി പതിയിരുന്നാലും അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ ന്യായവിധി നടത്തുമെന്നുള്ള കാര്യം ഇന്ന് രാത്രി മറന്നു പോകരുത്. ദൈവത്തിന്റെ കോടതിക്കകത്ത് എല്ലാവരും തുല്യരാണ്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ആമേൻ വായിച്ചേ. ആമേൻ അതിന്റെ 13ഉം 14ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യുദ്ധം തീർന്നിട്ടില്ല കേട്ടോ. 14, 13, 14, 15 വായിച്ചോ. എല്ലാവരും പറയും നിർത്തി വച്ചിരിക്കുക. എവിടെ നിർത്തി? വചനം നിവൃത്തീകരിക്കണം. സ്തോത്രം. വെറുതെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ വചനം നിവൃത്തീകരിക്കാൻ പറ്റത്തില്ല. രാവും പകലും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കണം. കൃപ പ്രാപിച്ചവരെ, ഇന്ന് രാത്രിയിൽ അഭിഷേകം പ്രാപിച്ചവരെ, ദൈവരാജ്യത്തിന് വചനമെടുക്കുന്നവരെ, ദൈവവചനത്തിന്റെ മുമ്പിൽ ഭയത്തോടെ ഈ നാളുകളിലായിരിക്കണം. ദൈവത്തിന്റെ മുൻപിൽ എനിക്കത് തന്നില്ലല്ലോ, എനിക്കിത് കിട്ടിയില്ലല്ലോ, എനിക്കത് സംഭവിച്ചില്ലല്ലോ എന്ന് പറയാതെ, ഇന്നത്തെ കുറിച്ചുള്ളത് നമ്മൾ ചിന്തിക്കാതെ നിത്യതയെക്കുറിച്ച് ചിന്തിപ്പാൻ ഈ നാളുകളിൽ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ ചിലത് ഒഴിഞ്ഞു മാറിപ്പോകുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ചിലത് ഒഴിഞ്ഞു മാറിപ്പോകും. ആമേൻ. വരങ്ങൾ പ്രാപിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചില്ലെങ്കിൽ പ്രാർത്ഥിക്കത്തില്ല, ആരാധിക്കത്തില്ല, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുന്നില്ല. ഇതെവിടെ സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. ആത്മീയന്റെ കണ്ണുകൾ തുറക്കണം. പുറത്തു ഉന്തിയിരിക്കുന്ന കണ്ണല്ല തുറക്കേണ്ടത്, ഹൃദയത്തിനകത്തളങ്ങളിലെ കണ്ണുകൾ ഇന്ന് രാത്രി പൊട്ടി തുറക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യൻ നോക്കി നിൽക്കുമ്പോൾ കണ്ണ് അഴുകി വീഴും. മനുഷ്യൻ നോക്കി നിൽക്കുമ്പോൾ അകത്തുള്ള നാവടക്കം അഴുകി മാറും. സ്തോത്രം. ഇതെവിടെ സംഭവിക്കണം എന്നറിയാമോ? ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ സംഭവിക്കുമ്പോൾ വചനത്തിലേക്ക് ജനം കടന്നു വരണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ വചനത്തിലേക്ക് കടന്നു വരണം. വചനം പഠിപ്പിക്കണം. വചനത്തിൽ ഉണ്ട്. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഇത് സംഭവിക്കണം. ഹല്ലേലൂയ. വായിച്ചേ 13, 14, 15 വാക്യം ഒന്ന് വായിച്ചു. അന്നാളിൽ യഹോവയാൽ ഒരു മഹാപരാഭവം അവരുടെ ഇടയിൽ ഉണ്ടാകും. അവർ ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരന്റെ കൈ പിടിക്കും. ഒരുവന്റെ കൈ മറ്റവന്റെ നേരെ പൊങ്ങും. യഹൂദായും യെരൂശലേമിൽ വെച്ച് യുദ്ധം ചെയ്യും. ചുറ്റുമുള്ള സകല ജാതികളുടെയും ധനമായ പൊന്നും വെള്ളിയും വസ്ത്രവും അനവധിയായി ശേഖരിക്കപ്പെടും. അങ്ങനെ ഈ പാളയങ്ങളിലുള്ള കുതിര, കോവർ കഴുത, ഒട്ടകം, കഴുത എന്നീ സകല മൃഗങ്ങൾക്കും ഈ ബാധ പോലെയുള്ള ഒരു ബാധ ഉണ്ടാകും. ഈ ബാധ പോലെയുള്ള ഒരു ബാധ ഉണ്ടാകും. വചനത്തിലേക്ക് വരാം. 13-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ വാക്യം പറയുന്നു, ആമേൻ, ഒരുവന്റെ കൈ മറ്റവന്റെ നേരെ പൊങ്ങും.
ഇന്നലെ വരെ തോളി കൈയിട്ട് നടന്ന കൂട്ടുകാരൻ നിനക്കും എനിക്കും എതിരെ കൈ പൊക്കേണ്ട സമയമായി. ഇതൊക്കെ സംഭവിക്കുമ്പോൾ പ്രാണകാന്തന്റെ വീണ്ടെടുപ്പിന് സമയമായി. ഈ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചേ മാറൂ. എന്താ അവന്റെ സ്വഭാവം മാറിയത്? ബാധ കയറി. ദൈവരാജ്യത്തിന്റെ നിത്യതയുടെ മുമ്പിൽ ഒരു മനുഷ്യനും പിടിച്ചിരിക്കാൻ കഴിയത്തില്ല. വചനം പറയുന്നു, കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ ഇവന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? ഇവിടെ ഒരു മുറി അന്യഭാഷ പ്രാപിച്ചു കഴിഞ്ഞാൽ ബൈബിളും വാങ്ങി 5-6 സെറ്റും വച്ച് കെട്ടി അങ്ങ് നടക്കുക. നോ, ഈ ദിവസങ്ങളിൽ പ്രാപിച്ചിട്ട് പുറത്തിറങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ബാധ പുറപ്പെടും. എവിടെന്താ? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്. ഹല്ലേലൂയ, ഒരു ബാധ പുറപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. വചനം കുറിച്ചു വച്ചോളണം, വചനം കുറിച്ചു വച്ചോളണം. എപ്പോഴായി സംഭവിക്കുന്നത് അറിയാമോ? അന്നാളിൽ യഹോവയിൽ ഒരു മഹാപരിഭ്രമം അവരുടെ ഇടയിൽ ഉണ്ടാകും. ഇന്ന് എല്ലാ ചിലതൊക്കെ പൊളിയാൻ പോകാം. ചില ഏരിയകളിൽ ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ചില പട്ടണങ്ങളിൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നുണ്ട്. ദൈവം ചില കൂടാരങ്ങളിൽ ഇന്ന് രാത്രി പ്രവർത്തനങ്ങൾ അയക്കുന്നുണ്ട്. ദൈവം ചില ബാധകളെ അയക്കുന്നുണ്ട്. പ്രാപിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ആരാധിക്കുന്നവർ, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദേശത്തിലെ സംഭവങ്ങൾ, നിലവിളികൾ ഉണ്ടാകും, കൂട്ടക്കരച്ചിലുകൾ ഉണ്ടാകും. നിൽക്കുന്നവർ ശരീരങ്ങൾ മാംസങ്ങൾ അഴുകി വീഴും. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നാവ് അഴുകിപ്പോകും, കണ്ണുകൾ അഴുകി നിലത്തു വീഴും. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ വരവ് വാതുക്കലായി. സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യാശയുള്ളവർ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് പറ. തമ്പുരാൻ എഴുതി വച്ചിട്ടുണ്ട് വചനത്തിനകത്ത്. ഇതൊന്നും ആരും എഴുതി ചേർത്തതല്ല. ഇത് 40-ൽ പരം എഴുത്തുകാര് മാറിയിരുന്ന് എഴുതി പിടിപ്പിച്ചെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ ദൈവകുഞ്ഞേ, ഈ പുസ്തകം ഒന്നുപോലും, ഒരു അക്ഷരം പോലും, ഒരു കുത്തോ കോമയോ ഒരു മാർക്ക് പോലും തെറ്റാതെ, ഒരു വാക്ക് പോലും തെറ്റിപ്പോകാതെ, പിഴച്ചു പോകാതെ എഴുതി പിടിപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി ഈ സത്യം കേട്ട് അനേകർക്ക് പറഞ്ഞു കൊടുക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. നോയിക്കേ, അവിടെ പറയുക, ഇന്നലെ വരെ സംസാരിച്ചവർ ഇന്ന് നമുക്ക് നേരെ കൈപൊക്കിയത് വലിയ അതിശയമൊന്നും വേണ്ട കേട്ടോ. ഇന്നലെ വരെ സ്നേഹത്തോടെ വിളിച്ചവർ ഇന്ന് വേറെ ഭാഷ വിളിച്ചാൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ. സ്തോത്രം. ദൈവം അയച്ച സകല നോയിക്കേ, ഒന്ന് കോവർ കഴുത, ഒട്ടകം, കഴുത എന്നീ സകല മൃഗങ്ങൾക്കും ഈ ബാധയുള്ള ഒരു ബാധയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ബാധ പോലെയുള്ള ഒരു ബാധ ഉണ്ടാകും. ആമേൻ. എങ്ങനെ ഉണ്ടാകും? മൃഗത്തിന്റെ മേൽ കയറും. സ്തോത്രം. കഴുതയുടെ മേൽ കയറും. പ്രൈസ് ദി ലോർഡ്. ഒട്ടകത്തിന്റെ മേൽ കയറും. സ്തോത്ര. കുതിരയുടെ മേൽ കയറും. പ്രൈസ് ദി ലോർഡ്. ഗോവർ കഴുതയുടെ മേൽ കയറും. സ്തോത്ര. കർത്താവിന്റെ മനുഷ്യനെ ഇളക്കത്തില്ല. ഇനി ഇളക്കാൻ പോകുന്ന നദിയെ ഇളക്കും, കടലിനെ ഇളക്കും, ഇലക്ട്രിസിറ്റിയെ ഇളക്കും, മൃഗങ്ങളെ ഇളക്കും. കാട്ടിക്കിടക്കുന്ന മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങും, മനുഷ്യരെ മാരകമായി മുറിവേൽപ്പിക്കും. ഭക്ഷിക്കും. ഭക്ഷിച്ചിട്ട് അവിടെ ഇട്ടിട്ട് അടുത്തതിനെ പിടിക്കും, അതിനെയും ഭക്ഷിക്കും. അടുത്ത മനുഷ്യനെ പിടിക്കും, അതിനെയും ഭക്ഷിക്കും. അടുത്തതിനെ പിടിക്കും, അതിനെയും ഭക്ഷിക്കും. അങ്ങനെ മനുഷ്യനെ പിടിച്ച് തിന്നത്തക്ക തലത്തിൽ മൃഗത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിങ്ങൾ ആരും പേടിച്ചു പോകണ്ട കേട്ടോ. അടുത്തൊരു വാക്യം വായിച്ചേ. മനുഷ്യന്റെ അസ്ഥി ഏത് ആയുധത്താൽ തകരപ്പെട്ടെന്നറിയണമോ? സ്തോത്രം. വായിച്ചോ. പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേലിന്റെ പുസ്തകം 39-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം മുതൽ താഴോട്ട് 38 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ തന്നെ യെഹെസ്കേൽ പ്രവാചകൻ പറയുന്ന ഒരു ദൂത് വളരെ ശക്തമേറിയൊരു ദൂത കേട്ടോ. പ്രൈസ് ദി ലോർഡ്. 39-ാം അധ്യായം എന്ന് പറയുന്നത്, അതിനകത്തിരിക്കുന്ന ദൂതെന്ന് പറഞ്ഞാൽ നിസ്സാരമായ ദൂതല്ല. വലിയ സംഭവങ്ങളെ കുറിച്ച് ഒരു വലിയ ആഴമേറിയ വെളിപ്പാട്
തൻ്റെ ദാസനായിരിക്കുന്ന സ്തോത്രം പ്രൈസ് ദി ലോർഡ് യെഹെസ്കേലിന് എൻ്റെ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. 39-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ 39-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു വരുമ്പോൾ തന്നെ 38-ാം അധ്യായം കൂടെ നമ്മൾ നോക്കണം. 39-ഉം 38-ഉം ഈ 2 അധ്യായത്തിനകത്ത് നൽകിയിരിക്കുന്ന ചില ദൂതുകൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ സ്തോത്രം മാനവരാശി വായിക്കാൻ വിട്ടുപോയതും ഗ്രഹിക്കാൻ വിട്ടുപോയതുമായ വായിച്ചേ 39-ന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യ അസ്ഥി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വെക്കും. അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. അസ്ഥി ആർക്കും തൊടാൻ കഴിയത്തില്ല. ഈ അസ്ഥിയെ തൊട്ട് കഴിഞ്ഞാൽ തൊടുന്നവൻ അപ്പോൾ മരിക്കും. ഈ അസ്ഥിയുടെ മേൽ വ്യാപരിച്ചിരിക്കുന്ന ഈ ഉലകത്തെ നശിപ്പിക്കാനായിട്ടുള്ള മാരക വിഷം, പ്രൈസ് ദി ലോർഡ്, ഇതിനെ ആർക്കും തൊടാൻ കഴിയത്തില്ല. ഈ അസ്ഥി ഏതെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഈ അസ്ഥി സ്തോത്രം അണുബോംബിനേക്കാൾ വലിയ സ്ഫോടനത്തിൽ നിന്ന് മനുഷ്യന്റെ ശരീരത്തെ തിന്നുകളഞ്ഞിട്ട് അസ്ഥിക്കകത്തേക്ക് കയറിപ്പറ്റിയിരിക്കുന്ന വിഷദ്രാവകമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇത് തൊടാൻ കഴിയത്തില്ല. ഇത് തൊട്ട് കഴിഞ്ഞാൽ തൊടുന്നവൻ മാത്രമല്ല മരിക്കുന്നത്, ആമേൻ, അവനെ തൊടുന്നവനും മരിക്കും. അങ്ങനെ കൂട്ടമരണങ്ങൾ സംഭവിക്കും. അപ്പൊ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് സംവിധാനങ്ങളോടെ ആൾക്കാർ നിർത്തിയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല. ആമേൻ, സ്തോത്രം ദൈവവൈതലേ, ഹല്ലേലൂയ, സ്തോത്രം. ഒരടയാളം വയ്ക്കും. അടക്കം ചെയ്യുന്നവർ അത് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. അതിന് പ്രത്യേക താഴ്വരകൾ അതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാ താഴ്വരയിലും അടക്കാൻ കഴിയത്തില്ല. ഇതിന് പ്രത്യേക താഴ്വരയുണ്ട്. ആ താഴ്വരയ്ക്കകത്ത് മാത്രമേ ഇതിന് അടക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇത് വേദപുസ്തകത്തിനകത്തുള്ള മർമ്മസത്യങ്ങളാണ് ഇത് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കേട്ടു, നോക്കൂ. ആ 38-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1, 2, 3 വാക്യങ്ങളിലേക്ക് വരാമോ? 38-ാം അധ്യായം അതിന്റെ 1, 2, 3, 4 വാക്യങ്ങളിലേക്ക് നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ തന്നെ അതിനകത്ത് വലിയ സംഭവങ്ങൾ നടക്കുക. 5-ാമത്തെ വാക്യം, അതിന്റെ 6-ാമത്തെ വാക്യം, അതിന്റെ 7-ാമത്തെ വാക്യം, അതിന്റെ 8-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം, 11-ാമത്തെ വാക്യം, 12-ാമത്തെ വാക്യം, 13-ാമത്തെ വാക്യം. ഒരു വാക്യം പോലെ വിടാൻ കഴിയത്തില്ല. അത്രമേൽ ആഴമേറിയ സത്യങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചേ 1, 2, 3, 4 വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയെല്ലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത ഒരു മഹാസമൂഹത്തെയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യെഹെസ്കേൽ പ്രവാചകനിൽ കൂടെ ഗോഗിന് കൊടുത്തിരിക്കുന്ന ദൂത്, അവന്റെ സാമ്രാജ്യത്തെ മാത്രമല്ല, അവന്റെ കൂടെ നിൽക്കുന്ന സകല ഭരണാധികാരികളെയും കൊളുത്തിപ്പിടിച്ച് അവന് പ്രത്യേക ഒരു താഴ്വരയെ കൊണ്ടുവന്ന് അവനെ തകർത്തുകളയും. നമുക്കറിയാം, സ്തോത്രം, അഭിഷക്തനായിരിക്കുന്ന ശീമോന്റെ കാലഘട്ടങ്ങളിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ അഭിഷക്തന്മാരുടെ കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന അരുളപ്പാടുകളും ദൂതുകളും കാഴ്ചപ്പാടുകളും ഒന്നും ചെറുതല്ല കേട്ടോ. ആമേൻ, ഇന്ന് രാത്രി ജനം ചിന്തിക്കൊണ്ടൊരു ഭാഗമുണ്ട്. സകലത്തിന്റെ മേൽ കണ്ടോ താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തു. പ്രൈസ് ദി ലോർഡ്. കൊളുത്തിട്ട് പിടിച്ച്
ഗോഗിനെ കൊണ്ട് ദൈവം ഇച്ഛ വരപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല, ദൈവരാജ്യത്തിനും ദൈവമക്കൾക്കും വിരോധമായി തല ഉയർത്തിയതിനെ തകർത്തു കളയാൻ ഇന്ന് രാത്രി ദൈവസഭയ്ക്ക് നേരെ, ദൈവമക്കൾക്ക് നേരെ, അഭിഷക്തന്മാർക്ക് നേരെ, ദേശത്തിന് നേരെ, രാജ്യത്തിന് നേരെ എവിടെയൊക്കെ പത്തി ഉയർത്തിയിട്ടുണ്ടോ അതിനെ ഒന്നുപോലും ദൈവം നോക്കി നിന്ന് അതിനെ വിടാതെ അതിനെ 1, 2, 3 എന്ന് പറഞ്ഞ് അതിനെ തകർത്തുടയ്ക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാനവരാശിയുടെ ഹല്ലേലൂയ അകപ്പതനം കാണാനിരിക്കുന്ന ചില അന്ധകാരത്തിന്റെ ശക്തികളുണ്ട്. ഹല്ലേലൂയ, ഈ ന്യൂക്ലിയർ വെപ്പ് എന്ന് പറയുന്ന ഈ ഒരു അണുബോംബ് അല്ലെങ്കിൽ അണുവായുധം ഇത് ഭൂമിയിലേക്ക് വന്ന് വീഴുന്ന ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും മാത്രമല്ല നദികളും വിഷം കൊണ്ട് നിറയും. പ്രൈസ് ദി ലോർഡ്. മോശയുടെ കാലഘട്ടത്തിൽ നദി രക്തം കൊണ്ട് നിറഞ്ഞതുപോലെ ഈ നദി എന്ത് ചെയ്യുന്നറിയാമോ? അതിന്റെ സ്തോത്രം, ഹല്ലേലൂയ, റേഡിയേഷൻ കൊണ്ട് നദി മൊത്തം എന്ത് ചെയ്യുന്നറിയാമോ? വെള്ളം കിട്ടാതെ ജനം അലയും, കുടിക്കുന്നവരെല്ലാം മരിക്കും, മത്സ്യങ്ങളെല്ലാം ചത്തുമലർക്കും, മൃഗങ്ങളും കാട്ടുമൃഗങ്ങളെല്ലാം ഈ വെള്ളം കുടിക്കുന്നതെല്ലാം ചത്തുമലക്കും. ആ തലത്തിലേക്ക് സ്തോത്രം ഇന്ത്യ മഹാരാജ്യം എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ തുടക്കം കാണുമ്പോൾ അറിയാം, പ്രാണകാന്തന്റെ വീണ്ടെടുപ്പ്, തന്റെ സഭയ്ക്കുടെ വീണ്ടെടുപ്പ്, തന്റെ മക്കളുടെ വീണ്ടെടുപ്പ്, ആരാധിക്കുന്നവന്റെ വീണ്ടെടുപ്പ്, പ്രാർത്ഥിക്കുന്നവന്റെ വീണ്ടെടുപ്പ്, സ്തോത്രം പറയുന്നവന്റെ വീണ്ടെടുപ്പ്, രക്ഷിക്കപ്പെടുന്നവന്റെ വീണ്ടെടുപ്പ്, സ്നാനപ്പെട്ടവന്റെ വീണ്ടെടുപ്പ്, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നവന്റെ വീണ്ടെടുപ്പ് വാതിക്കൽ കിടപ്പുണ്ട്. ഇന്ന് രാത്രി കൃപ പ്രാപിച്ചവരെ ദൈവത്തിന് സ്തോത്രം ചെയ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം സംഭവിക്കുമ്പോൾ ചിന്തിക്കണമേ, പ്രാണകാന്തന്റെ വരവ് വാതുക്കലായിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിലേക്ക് നമ്മൾ ഒന്ന് ഇറങ്ങണം കേട്ടോ. ഈ ദിവസങ്ങളിൽ സമയങ്ങളെല്ലാം മാറ്റിവെക്കണം, കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കണം. സ്തോത്രം, വെള്ളം കിട്ടാതെ ജനങ്ങൾ ഇന്നും സ്തോത്രം, പ്രൈസ് വിഷദ്രാവകത്തിനകത്ത്, നിങ്ങൾക്കറിയോ കഴുത്തില് വെള്ളം വിഷദ്രാവകമാണ്. നിൽക്കുന്ന മനുഷ്യന് വെള്ളം ദാഹിക്കുന്നുണ്ട്, വെള്ളമുണ്ട്, വെള്ളത്തിലാ നിൽക്കുന്നത്, കുടിക്കാൻ കഴിയുന്നില്ല. ഈ മനുഷ്യൻ നിൽക്കുന്നത് വെള്ളത്തിലാ, പക്ഷെ ഈ വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. തന്റെ ശരീരത്തിലെ രോമകൂപത്തിൽ കൂടെ ഈ വെള്ളം അങ്ങ് പമ്പ് ചെയ്ത് കയറുകയാ. ശരീരത്തിലെ ദ്വാരങ്ങളിൽ കൂടെ ഈ വെള്ളം അകത്തേക്ക് കയറുന്നു. ശരീരം വീർത്ത് ഒരു വലിയ ബലൂണ് പോലെയായി വെള്ളത്തിൽ വെച്ച് പൊട്ടി സ്തോത്ര ആ മനുഷ്യൻ മരിക്കുന്നു. ഗർഭിണികളെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളും, ഹല്ലേലൂയ, ഗർഭിണികളിൽ വെള്ളം കുടിച്ച് മുല കൂട്ടുന്ന കുഞ്ഞുങ്ങൾ മരിക്കുന്നു. മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. മൃഗത്തിന്റെ മേലും നായ്ക്കളുടെ മേലും ഈ ദ്രാവകങ്ങൾ ഓടിയെത്തുന്നു. ഈ നായ്ക്കൾ വെള്ളം കുടിക്കുന്നു, അതിന്റെ ഉദരത്തിലേക്ക് ഈ വെള്ളം ചെല്ലുന്നു, അത് യൂറിയം പാസ് ചെയ്യുന്നു, അത് സ്തോത്രം മനുഷ്യൻ ചവിട്ടുന്നു, അത് വെള്ളത്തിലേക്ക് ഇത് പടരുന്നു. അനേക രോഗശക്തികൾ പുറത്തു വരുന്നു. പേന്, തവള, തേള, മാരകമായ സ്തോത്രം ഇതേപോലെ ജന്തുക്കളുടെ മേൽ ഇത് പടർന്നു പിടിക്കുന്നു. ഇത് കൊതുകിന്റെ മേൽ പടർന്നു പിടിക്കുന്നു. 1000 സിസ്റ്റം കൊതുകുകളുണ്ട്, അതിന്റെ മേൽ ഇത് പടർന്നു പിടിക്കുമ്പോൾ ഹല്ലേലൂയ അത് മനുഷ്യനെ കുത്തുന്നു, പോത്തിനെ കുത്തുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ പ്രകടമാകുമ്പോൾ ശ്രദ്ധിക്ക്, ഇതെല്ലാം ചുറ്റി വരുന്നത് കർത്താവിന്റെ വരവിനെ കാണിക്കുന്നു. മനുഷ്യൻ മാംസത്തിന് വേണ്ടി സ്തോത്രം ഇരക്കും, കണ്ടുകിട്ടത്തില്ല. മത്സ്യത്തിന് വേണ്ടി ഓടും, മത്സ്യം കിട്ടത്തില്ല. സ്തോത്രം, ഒരു ഫ്രൂട്ട്സിന് വേണ്ടി ഓടും, കിട്ടത്തില്ല. കിട്ടുന്നെങ്കിൽ വിഷമായിരിക്കും, സകലത്തെയും വിഷം കൊണ്ട് നിറയും. അതാണ് ഹബക്കൂക്ക് പറഞ്ഞത്, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സകലതും ഒലിവ് വൃക്ഷങ്ങളെല്ലാം പട്ടുകിടപ്പുണ്ട്. എന്തുകൊണ്ടാ? ഹോശാല കന്നുകാലികൾ എല്ലാം നശിച്ചു. എന്തുകൊണ്ടാ? മുന്തിരിത്തോട്ടങ്ങൾ നശിച്ചു. എന്തുകൊണ്ടാ? ഒലിവ് തൈകൾ നശിച്ചു. എന്തുകൊണ്ടാ? വിഷദ്രാവകം പടർന്നു പിടിച്ചു.
ശമനപരകതുനി വൈഡകരകതന വൈഡകരാജകൽക്കനാദി. ഇന്ന് രാത്രി ആമേ സ്തോത്രം, കേവലം ഒരു ദൂത് കേട്ട് മടങ്ങാനല്ല നമ്മൾ ഇരിക്കുന്നത്. ഇനി വരും തലമുറകൾ എന്താ പ്രാപിക്കാൻ പോകുന്നത്? ദൈവഭക്തന്മാരെ, ഇന്നലെ വരെ പ്രാർത്ഥിച്ചത് അരമണിക്കൂറാണെങ്കിൽ പ്രാർത്ഥന കൂട്ടിക്കോ. ആമേ 3-4 മണിക്കൂർ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിക്കോ. വചനത്തിന്റെ ആധികാരികത മുറുകെ പിടിച്ചോ. ഞാൻ പാസ്റ്റർ മകനാണ്, ഞാൻ പാസ്റ്റർ ഭാര്യയാണ്, ഞാൻ പാസ്റ്ററാണ്, ഞാൻ പ്രവാചകനാണ്, ഞാൻ പോപ്പാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനകത്ത് കർത്താവിന് പ്രവർത്തിക്കാൻ പോലും കഴിയത്തില്ല. അത്ര കാലഗതികൾ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇരിക്കുന്നില്ലേ? പ്രാർത്ഥനയുടെ ബലം കൊണ്ടാ. സ്തോത്രം, ഇത്രയും നമ്മളിരിക്കുന്നില്ലേ? പ്രാർത്ഥനയുടെ ബലമാ. മിഡിൽ ഈസ്റ്റുകളില് ഉറക്കമില്ല ആൾക്കാർക്ക്. എപ്പോഴാ കൂരപ്പുറത്ത് വന്ന് വീഴുന്നത്? ടാങ്കറിനകത്തൊക്കെ മനുഷ്യൻ ഒളിച്ചിരിക്കുന്നു. കടലിന്റെ ഉൾക്കടലിനകത്ത് വേങ്കറിനകത്ത് മനുഷ്യൻ ഒളിച്ചിരിക്കുന്നു, പാത്തിരിക്കുന്നു. കടൽ മാർക്ക മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലും കഴിയത്തില്ല. കടലിനകത്ത് പതികിട്ട് കിടക്കുന്നു വർഷങ്ങളായിട്ട്. ഭൂമിയേക്കാൾ വലിപ്പമുള്ള ബോംബുകൾ, പ്രൈസ് ദി ലോർഡ്, അതിനേക്കാൾ വലിപ്പമുള്ള ഫ്ലൈറ്റുകൾ, യുദ്ധവിമാനങ്ങൾ, ടാങ്കറുകൾ കടലിനകത്ത് കിടപ്പുണ്ട്. ആമേൻ. ഇറാനേക്കാൾ, മിഡിൽ ഈസ്റ്റിനേക്കാൾ വലിപ്പമുള്ളത് അതാത് രാജ്യങ്ങൾ വെള്ളത്തിനടിയിൽ സ്റ്റോർ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തെക്കാൾ വലിയ അണുബോംബുകൾ അവിടെ ഇടങ്ങളിൽ വച്ചിട്ടുണ്ട്. കാര്യം എന്തെന്നറിയാമോ? ഇന്നലെ വരെ തോളി കൈയിട്ട് നടന്നവൻ നിനക്കെതിരെ കൈ ഉയർത്തും. പേടിക്കരുത്. സഹോദര. ഇന്നലെ വരെ കൈ തോളിലിട്ട് നടന്നവരാ. ഇന്നലെ വരെ നമുക്ക് നേരെ സ്തോത്രം ഒരു വാക്ക് പോലും പറയാത്തവർ ഇന്ന് പറയും, നാളെ പറയും. കാര്യം എന്നറിയാമോ? എന്താ കാര്യം എന്നറിയാമോ? പ്രാണകാന്തൻ വരുന്നു. അവൻ വരാൻ സമയമായി. ബന്ധം, സ്വന്തം, കൂടപ്പുറപ്പുകൾ, രക്തബന്ധങ്ങൾ, ഇതൊന്നും വിലയില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് വരുന്നു. ഹല്ലേലൂയ. ഇതാ നോക്കൂ, കോടതികൾ വരെ, സുപ്രീം കോടതി പറയുന്നു, സ്ത്രീ വീട്ടിലൊരു വേലക്കാരിയല്ല. സഹോദരന്മാര്, മീനിറക്കാൻ പഠിച്ചോ? സഹോദരന്മാര് സ്തോത്രം, മുറ്റം തൂക്കാൻ പഠിച്ചോ? സഹോദരന്മാർ, ചായ ഇടാൻ പഠിച്ചോളണം. ഇല്ലെങ്കിൽ പണിയാകും. ഭാര്യ കൊണ്ടൊന്ന് പെറ്റീഷൻ കൊടുത്താൽ ഭർത്താവ് അകത്താകും. സ്തോത്രം. സഹോദരിയുടെ കൈ മുറിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി. എന്താ സംഭവിച്ചത്? അതിനുള്ള കാര്യങ്ങൾ ഇവിടെ സുപ്രീം കോടതി പുറത്തിട്ടിട്ടുണ്ട്. മീൻ കട്ട് ചെയ്തപ്പോഴാ വന്നത്. മീൻ കട്ട് ചെയ്യാൻ പുരുഷന്മാരെ ഏൽപ്പിച്ചിരിക്കുക, മുറ്റമടിക്കാൻ പുരുഷന്മാരെ ഏൽപ്പിച്ചിരിക്കുക. ഹലോ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്ര, ആമേൻ. കാര്യങ്ങൾ കൈവിട്ടു പോയതല്ല, പ്രമാണം അതുപോലെ ഇന്ന് രാത്രി കോടതി മുറിക്കകത്തിരിക്കുന്ന പുസ്തകം ഏതെന്നറിയാമോ? നിങ്ങളെയും എന്റെയും കയ്യിലിരിക്കുന്ന കറുത്ത ബൈൻഡുള്ള സത്യവേദ പുസ്തകത്തിൽ പുസ്തകത്തിൽ നിന്നുള്ളതാണ് ഇന്ന് നമ്മുടെ കയ്യിലേക്കും നമ്മൾ സോഷ്യൽ മീഡിയ കേൾക്കുന്നതും മാധ്യമങ്ങളിൽ കൂടെ പുറത്തു വരുന്നതും സകലതും സത്യവേദ പുസ്തകത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. വചനം പറയുന്നു, ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭ്രമിച്ചു പോകരുത്. നിങ്ങൾ നല്ല ഉറപ്പുള്ളവരായിരിക്കണം. നിങ്ങൾ കുലുങ്ങിപ്പോകരുത്. ചേട്ടാ, ആ മീനൊന്ന് വെട്ടിക്കേ, ആ തേങ്ങ ഒന്ന് തിരുമിക്കേ, ആ തേങ്ങ ഒന്ന് പൊതിച്ച് തന്നേ, അയ്യത്ത് കിടക്കുന്ന വിറവൊന്ന് വാരിക്കൊണ്ട് വന്നേ, ഒന്ന് കുറച്ച് വെള്ളം കോരിക്കേ, എൻ്റെ തുണിയൊന്ന് അലക്കി തന്നേ. ഇതൊക്കെ പറയുമ്പോൾ നീ പോയി പണി നോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അവിടെ ഒരു നമ്പർ കൂടെ സഹോദരിമാർക്ക് പ്രത്യേകിച്ച് കൊടുക്കാൻ പോവുക. ടോൾ ഫ്രീ നമ്പർ. തീർന്നു. പരിപാടിയെല്ലാം കട്ടപ്പുറത്തായി വരാൻ പോവുക. ഇതെല്ലാം വരുമ്പോൾ പ്രാണകാന്തന്റെ വീണ്ടെടുപ്പിന് വേണ്ടി സഭയാകുന്ന മനുഷ്യനെ ഉണർത്തുന്ന ടോൾ ഫ്രീ നമ്പർ വരാൻ പോകുന്നു. വീട്ടിൽ ഇരുന്നിട്ട് വിളിച്ചു പറയും, എൻ്റെ ഇവിടെ ഞാനിതാ കുഞ്ഞിനെ ഉറയിക്കൊണ്ടിരുന്നപ്പോൾ ഇത് തൊട്ടിലാട്ടാൻ പറഞ്ഞപ്പോൾ കേട്ടില്ല എന്ന് പറഞ്ഞാൽ തീർന്നു.
പരിപാടിയെല്ലാം തീർന്നു ആമേ എന്ന് വിചാരിക്കരുത്. സത്യവേദ പുസ്തകത്തിനകത്ത് എന്തെല്ലാമാണോ പറഞ്ഞിരിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളെല്ലാം നമ്മൾ ഈ നാളുകളിൽ അനുസരിക്കാനുള്ളതാണ്. ഇതിലൊന്നും ആമ ഇല്ലാതല്ല, ഒന്നിനോടൊന്ന് ചേരാതിരുന്നിട്ടില്ല. ഇതെല്ലാം ഇതിനകത്തുള്ളതാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരിമാരൊന്നും ചിരിക്കണ്ട. അടുത്ത സഹോദരന്മാർക്ക് ടോൾ ഫ്രീ നമ്പർ തപ്പിക്കൊണ്ടിരിക്കുക കോടതി. അതുകൊണ്ട് അതുകൂടെ വന്നു കഴിഞ്ഞാൽ തീരുമാനമാകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സഹോദരിമാരൊന്നും പിന്നെ പൊങ്ങി കൂരേന്ന് പൊളിച്ച് ഇനി പുറത്തൊന്നും വരണ്ട. കർത്താവ് അടുത്ത് ജഡ്ജിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ജഡ്ജി അകത്തിരുന്ന് കേട്ടോണ്ടിരിക്കുക. ഇനി സഹോദരന്മാർക്ക് എന്താ, സഹോദരന്മാരെ വിട്ടാൻ പറ്റില്ലല്ലോ. സഹോദരന്മാർക്ക് ഒരു ടോൾ ഫ്രീ നമ്പർ വരാൻ പോകുന്നു. ആമേൻ. ധൈര്യപ്പെടുന്നേ. ഹല്ലേലൂയ. ഇതെല്ലാം വരുമ്പോൾ ഈറ്റുനോവിന്റെ ആരംഭം എന്ന വേദപുസ്തകം പറയുമ്പോൾ കുറച്ചുകൂടെ ആഴത്തിൽ പുസ്തകം പറയുന്നു, കലിയുഗമെന്ന് പറയുന്നു. മാമേ സ്തോത്രം. രാമായണവും മഹാഭാരതവും ഖുർആനും എല്ലാം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ, ഭഗവത്ഗീത എല്ലാം കൂടെ പഠിക്കുമ്പോൾ, വായിക്കുന്നവർക്കായി സ്തോത്രം, വായിച്ചു പഠിക്കുമ്പോഴൊന്നും പാപമല്ല കേട്ടോ. അറിവ് കൂട്ടാനും ജ്ഞാനം കൂട്ടാനും ആമേ സ്പീച്ച് പറയുന്നവർക്കും ഇതെല്ലാം പഠിച്ചു പറയാൻ ഇന്ന് രാത്രി തയ്യാറായി ഒരു തലമുറ പുറത്തേക്ക് വരുമെങ്കിൽ ആ തലമുറയുടെ സ്വർഗം ഇന്ന് രാത്രി ഇടപെടുകയാ. ഭാരപ്പെടണ്ട കേട്ടോ. പാസ്റ്റേ, ഞാൻ അറിയാത്ത കാര്യമാണ് പാസ്റ്റേ എന്നെ കുറിച്ച് പറഞ്ഞത്. അവർക്കുള്ള ദൂതാണ് യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ കിടക്കുന്നത്. സ്തോത്രം. അല്ലയോ പാസ്റ്റേ, എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ പാസ്റ്റേ. ആമേൻ. അവർക്കുള്ള ദൂതാണ് സെക്കറിയാവിന്റെ പുസ്തകത്തിൽ കിടക്കുന്നത്. സ്തോത്രം. അല്ലയോ പാസ്റ്റേ, എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് ഭാരമില്ല പാസ്റ്റേ. പ്രൈസ് ദി ലോർഡ്. അവർക്കുള്ള ദൂതാണ് യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ കിടക്കുന്നത്. ഭാരപ്പെടണ്ട. കൃപ ഇന്ന് രാത്രി പ്രാപിച്ചോ. ആമേൻ. പ്രാപിച്ച വരങ്ങളൊന്നും കളയരുത്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കൂ. രണ്ടുപേരും ഒരുമിച്ച് പോകുക. രണ്ടുപേരും ഒരുമിച്ച് ഒരു കൂട്ടിലെ കിളികളെ പോലെ ആമേ വണ്ടിയിൽ പോകുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ആമേൻ ഭാര്യ ഒന്ന് കണ്ണ് ചിമ്പി മാറുമ്പോൾ ഭർത്താവിന്റെ ശരീരം അഴുകി താഴെ വീഴുക. സ്തോത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു, ശരീരം അഴുകി താഴെ വീഴുന്നു, കണ്ണുകൾ ഇളകിപ്പോകുന്നു, നാവ് അകത്തിരുന്ന് അഴുകിപ്പോകുന്നു. ഇന്ന് രാത്രി ഇതെല്ലാം സംഭവിക്കേണ്ട സമയമായി വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കേട്ട് കാണുമല്ലോ. ആമേ. മിഡിൽ ഈസ്റ്റിലെ കഴിഞ്ഞ ദിവസം 70-കാരൻ 20-കാരി വിവാഹം കഴിച്ചു. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്ന് പറയുന്നു 5 കിലോ സ്വർണം കൊടുത്തു എന്ന്. പേടിക്കണ്ട. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യനെ വിൽപ്പന ചരക്ക് പോലെ ആദിമ നൂറ്റാണ്ടിൽ ആമേ സ്തോത്രം തന്റെ ഭക്തനായിരിക്കുന്ന യോസേപ്പിനെ പോത്തിഫർ വില കൊടുത്തു വാങ്ങി ഭവനത്തിൽ കൊണ്ടുവന്ന് അടിമയാക്കി നിർത്തിയതുപോലെ ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യനെ വിലക്ക് വാങ്ങി അടിമയാക്കുന്ന കാലഘട്ടം വന്നിരിക്കുന്നു. വേദപുസ്തകം അത് ശക്തമായി വിളിച്ചു പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വായിക്കാമോ? ആമേൻ. 2 പത്രോസിന്റെ ലേഖനം. ആമേൻ. സ്തോത്രം. ഇത്രയും സമയം നമ്മൾ പഴയ നിയമം നോക്കി, പുതിയ നിയമത്തിലേക്ക് വരാം. 2 പത്രോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം 3-4 വാക്യം. 3-ാം അധ്യായത്തിന്റെ 3-4 അവിടെ എന്താണ് പത്രോസ് പറയുന്നത് നമുക്ക് നോക്കാമോ? പത്രോസ് വളരെ ശക്തമായിട്ടാണ് പറയുന്നത്. സ്തോത്രം. ആ ഓരോ വാക്കിനകത്ത് 1000 ദൂതുകളുണ്ട്. ആദ്യം തുടക്കം വിശാലമാണെങ്കിലും അതിന്റെ ഒടുക്കം ഇത്തിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും കുഴപ്പമില്ല. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചെന്ന് വായിച്ചേ. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. അവന്റെ പ്രത്യാശയുടെ പ്രത്യക്ഷതയുടെ വാഴ്ത്തത്വം എവിടെ? സ്തോത്രം. ചോദ്യമാണ്. കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് തൊട്ട് മുൻപിലുള്ള വാഴ്ത്തത്വം എവിടെ? ആമേൻ. വാഴ്ത്തത്വം ഇന്നും ഇരിപ്പുണ്ട്, ഉമിക്കകത്ത് ഐസ് ഇരിക്കുന്നത് പോലെ. സ്തോത്രം. ഹല്ലേലൂയ. വാഴ്ത്തത്തോണ്ട് ഒത്തിരി വാഴ്ത്തത്വം പറഞ്ഞിട്ടുണ്ട്. ചുമട് കണക്കിന് വാഴ്ത്തത്വം കിടക്കുക, ചുമട് കണക്കിന്. പക്ഷെ ഇരിക്കുന്നത് എവിടെ? ഉമിക്കകത്താ.
പണ്ടൊക്കെ ആലിപ്പഴം വീഴുമ്പോ, ആലിപ്പഴം ഐസ് കട്ട വീഴുമ്പോ അമ്മ പറയും, മക്കളെ എടുത്തോണ്ട് വാടാ, ഉമിക്കകത്ത് വേടാ, അലിയത്തില്ല, കൊണ്ടുവച്ചോ. ഒന്ന് കൊണ്ടുവയ്ക്കും, അടുത്ത് കുറച്ച് വലുത് കൊണ്ടുവരുമ്പോൾ അതലിഞ്ഞു പോകും. അതവിടെ, അത് ഞാൻ മൂടി വെച്ചിരിക്കുക. എവിടെ? നമ്മളെ പറ്റിക്കുന്നതാ. സ്തോത്രം. ആമേൻ. വാഴ്ത്തത്വം അങ്ങനെ അലിഞ്ഞു പോകുന്നതല്ല. അത് ഈ ഭൂമിയിൽ കണ്ണ് ചിമ്മി അടയും മുൻപേ പ്രാപിച്ചെടുക്കാൻ ജനം ഇന്ന് രാത്രി തയ്യാറാകണം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ പ്രവർത്തിക്കായി ഒന്ന് ഏൽപ്പിച്ചോട്. ഹല്ലേലൂയ. നോക്കിയ പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിച്ചവരുടെ ആരംഭത്തിങ്കൽ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. അപ്പൊ നിന്റെ എന്നെയും പരിഹസിക്കുന്ന ഒരു കൂട്ട എണീക്കും. എന്തൊരു ഒരുക്കം, എന്തൊരു പോക്ക്, എന്തൊരു വരവ്. ഓരോ ദിവസം കഴിയുന്തോറും സൗന്ദര്യം കൂടുകയല്ലേ, ആരോഗ്യം കൂടുകയല്ലേ, അനുഗ്രഹങ്ങൾ കൂടുകയല്ലേ. അസൂയാലുക്കൾ എണീക്കും. ഇത് വരാൻ പോകുന്ന സംഭവമല്ല, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ. 5-ാമത്തെ വാക്യം പറയുന്നു, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്തിലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ടായതെന്നും. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഒരുമിച്ച് കിടന്നത്, ഒരുമിച്ച്. ആമേൻ. ഒരുമിച്ച് കിടന്ന വെള്ളം ഏത്, ഭൂമി ഏത്, പാറ ഏത്, അരുകേത്, ആഴമേത്, ഒന്നും അറിയാതെ കിടന്നപ്പോഴാ ഉൽപ്പത്തി പുസ്തകം പറയുന്നത്, ഭൂമി പാഴും ശൂന്യമായി കിടന്ന ഭൂമിയെ തമ്പുരാന്റെ ആ മഹാകരുണയുടെ ബഹുത്വത്താൽ തന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനയിൽ ഭൂമിയായും വെള്ളമായും മാറ്റി, പാറയായും ദൈവം എങ്കിൽ ഇനി രാത്രി ദൈവം പറയുന്നു, ഇനി വെള്ളം കൊണ്ട് ഞാൻ ഭൂമിയെ നശിപ്പിക്കത്തില്ല. സ്തോത്രം. കാറ് വാഷ് ചെയ്യാൻ ഒരു പമ്പ് പോലും പിടിച്ച് വാഷ് ചെയ്യാൻ പേടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കായി. സ്തോത്രം. കഴിഞ്ഞ ദിവസം കണ്ടോ, ഒരു നല്ലൊരു യൗവനക്കാരൻ, നല്ല ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ഒരു യൗവനക്കാരൻ തൻ്റെ കാറ് വാഷ് ചെയ്യുന്നിടയിൽ ആ വാഷ് പമ്പിൽ കൂടെ ഷോക്കടിച്ച് ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒന്നിലേക്കും തൊടുവാൻ തന്നെ പേടി. വണ്ടിയെല്ലാം ഇലക്ട്രിക് ആകാൻ പോകുന്നു, ആയിക്കൊണ്ടിരിക്കുന്നു. 2029-30 ആകുമ്പോൾ പെട്രോൾ ഡീസൽ വണ്ടിയെല്ലാം വിരൽ എണ്ണത്തക്ക രീതിയിൽ എവിടെയെങ്കിലും കാഴ്ച ബംഗ്ലാവിൽ ഇരിക്കുന്നത് പോലെ തോന്നുന്നു. നോക്കി, 5 വർഷം കഴിയുമ്പോൾ ഇലക്ട്രിക് വണ്ടി മാത്രമാകും, വീട് മൊത്തം ഇലക്ട്രിക് ആകും. നമ്മൾ സഞ്ചരിക്കുന്ന എല്ലാ പാതയും ഇലക്ട്രിക് ആകും. എന്തിനേറെ, നമ്മൾ നെഞ്ചോട് ചേർത്ത് വച്ചിരിക്കുന്ന മൊബൈൽ ഫോൺ വരെ ഒന്ന് പൊട്ടിയാൽ ഒരു മനുഷ്യന്റെ, ഒരു കുടുംബത്തിന്റെ ആയുസ്സിന് എടുക്കാൻ പവറുള്ള ഒരു സെറ്റാണ്. സ്തോത്രം. അത്ര കരുതലോടെ ദൈവം സൂക്ഷിച്ചിരിക്കുക. ഇനി വെള്ളം കൊണ്ടൊരു പരിപാടിയില്ല. കാരണം ഇനി നോഹയെ പോലൊരു പ്രവാചകൻ ഇനി ഇല്ല. ആമേൻ. അതുപോലെ ഒരു അതേപോലെ ഒരു ദൂത് പറയാൻ ഒരു പ്രവാചകൻ ഇനി ഈ ഭൂമിയിൽ ഇല്ല എന്ന് ദൈവം വിധി എഴുതി. സ്തോത്രം. ഇന്ന് രാത്രി അന്ന് മഴ പെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോലും ഒരു മനുഷ്യനും കയറിയില്ല. സ്വർഗത്തിൽ ദൈവം തന്നെ പുസ്തകത്തിൽ എഴുതി വെച്ചു. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ. പല ഭാഗത്തു നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ ദൈവകുഞ്ഞെ, ഇന്ന് രാത്രി പ്രവചന ശബ്ദത്തോടെ വിളിച്ചു പറയട്ടെ, നമ്മൾ ഇന്ന് രാത്രി കൃപയുടെ അകത്താണോ? സ്തോത്രം. അകത്താണോ നമ്മളായിരിക്കുന്നേ? ഹല്ലേലൂയ. നമ്മൾ ഇരിക്കുന്നത് കൃപായുഗത്തിലാണോ? ഹല്ലേലൂയ. സ്തോത്രം. കൃപായുഗത്തിലാണെങ്കിൽ ദൈവത്തിന്റെ ശബ്ദത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിനകത്ത് 1, 2, 3, 4 എന്ന് പറഞ്ഞുള്ള സംഭവങ്ങൾ വന്നു. 1, അതിശക്തമായ സ്ഫോടനം സംഭവിക്കും. ഈ ഭൂമി താങ്ങത്തില്ല. 2, അതിഭയങ്കരമായ ചൂട്, സഹിക്കുന്നില്ല ചൂട്. സ്തോത്രം. 1 മിനിറ്റ് പോലും വീട്ടിനകത്തോ പുറത്തോ നിൽക്കാൻ കഴിയാത്ത തലത്തിലേക്ക് വന്നിരിക്കുന്നു. 3, സ്തോത്രം, ഒരു വലിയ റേഡിയേഷൻ. സ്തോത്രം.
ആ റേഡിയേഷൻ ആണ് ഈ ഭൂമിയിലേക്ക് വീഴുന്ന വെള്ളം. ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, കംപ്ലീറ്റ് വിഷമാകും. ഹല്ലേലൂയ. മനുഷ്യന്റെ ശരീരത്തിലേക്ക് മഴത്തുള്ളി പോലെ ആമേ ഇത് നീരാവിയിൽ കൂടെ നേരെ ശരീരത്തിലേക്ക് വീഴുമ്പോൾ മനുഷ്യന്റെ ശരീരം മുഴുവനും അഴുകി നിലത്ത് വീഴും. ഇന്ന് രാത്രി അത് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. അത് ശീഘ്രത്തിൽ സംഭവിക്കേണ്ട നാഴിക വിദൂരമല്ല. ഇത് ആമേൻ സംഭവിക്കേണ്ട സമയം ആഹതമായിട്ടുണ്ട്. ദൈവജനം ശക്തമായി പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ. അതാ പറഞ്ഞത്, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവകുഞ്ഞെ, ഇന്ന് രാത്രി നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കുക. ഇവിടെ നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് വായിച്ച കുറിവാക്യത്തിലേക്ക് നമ്മളൊന്ന് വന്നല്ലോ. ആമേ 1 കൊരിന്ത്യർ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. 1 കൊരിന്ത്യർ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. അവിടെ വായിച്ചു നിർത്താം. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ആത്മാവ് സകലങ്ങളെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. സ്തോത്രം. ഇന്ന് രാത്രി ആ ദൂതിനകത്ത് കൊണ്ട് നിർത്തി. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ ഈ കുറി ഞാൻ പറഞ്ഞ ദൈവാത്മാവ് തന്ന ദൂതുകൾ നിങ്ങൾ ആവർത്തിച്ച് വായിക്കണം. അധ്യായങ്ങൾ. ഹല്ലേലൂയ. എഗസ്കേൽ വിട്ടുകളയരുത്. സെക്കരിയാവ് വിട്ടുകളയരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനം വിട്ടുകളയരുത്. വായിച്ചോളണം. 38ഉം 39ഉം അധ്യായം നിങ്ങൾ രണ്ടും വായിക്കണം. സെക്കരിയാവിന്റെ പുസ്തകം സ്തോത്രം നിങ്ങൾ വായിക്കേണ്ടത് 13, 14 അധ്യായങ്ങൾ കംപ്ലീറ്റ് വായിക്കണം. 2 പത്രോസ് ലേഖനം 2, 3 അധ്യായങ്ങൾ ഫുള്ള് നിങ്ങൾ വായിച്ചോളണം. വായിച്ച് അതിനകത്ത് നിന്ന് ഒരു വലിയ ദൈവപ്രവൃത്തി ദിവസങ്ങൾ അനുഭവിച്ചറിയണം. ദൈവാത്മാവിൽ പ്രത്യാശയോടെ പറയട്ടെ, എല്ലാവരും ആത്മാവിൽ പുതിയ ശക്തി പ്രാപിച്ചെടുക്കണം. ഈ ചൂടിൽ നിൽക്കണമെങ്കിൽ, ഈ പ്രശ്നത്തിൽ നിൽക്കണമെങ്കിൽ, അതിജീവിക്കണമെങ്കിൽ, ഹല്ലേലൂയ, പ്രാണകാന്തന്റെ വരവിന് വേണ്ടി നിൽക്കണമെങ്കിൽ, നമ്മുടെ നേരെ ഇന്ന് രാവിലെ കൈപിടിച്ചവൻ നാളെ രാവിലെ നമ്മുടെ നേരെ കൈപൊക്കും. വചനമുണ്ട്, വചനമുണ്ട്. നിങ്ങൾക്കറിയോ, ഞാൻ സ്നാനപ്പെടുത്തിയവൻ എന്നെ പ്രൈസ് ദി ലോർഡ് അടിച്ചിട്ടുണ്ട്. സ്തോത്രം. നിങ്ങൾക്കറിയോ, ഞാൻ സ്നാനപ്പെടുത്തിയവൻ, ഞാൻ കത്രിമേശ കൊടുത്തവൻ, ഞാൻ പാദം കഴുകിയവൻ എന്നെ തല്ലിയിട്ടുണ്ട്. സ്തോത്രം. അവരൊന്നും ഭൂമിയിലില്ല, അത് വേറെ. ഒരു കാര്യം ഞാൻ പറയട്ടെ. കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചോ. ഭക്തന്റെ നേരെ കൈ പൊക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ചോ. വീണ്ടെടുപ്പിന്റെ സമയമായി. പ്രാർത്ഥിക്കാൻ നമ്മുടെ കണ്ണുകളെ ഇന്ന് രാത്രി